ഇത്തവണ ബി.ജെ.പിയുടെ ക്യാബിനറ്റ് മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ഒരു നിർണായക യോഗം ദില്ലിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവിധ തരത്തിലുള്ള ചർച്ചകൾ മുൻപോട്ട് പോകുന്നു. ഏതായാലും കേരളത്തിന് 2 മന്ത്രിമാർ ഉണ്ടാകും എന്ന് ആണ് പുറത്തു വരുന്ന ശക്തമായ അഭ്യൂഹങ്ങൾ തന്നെയല്ല. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാകും എന്നുള്ളത് നേരത്തെ മുതൽ, അതായത് അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടു തുടങ്ങിയതാണ്. കാരണം ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു മുഖ്യ സംഘാടകനാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹമാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ആ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയത്. അദ്ദേഹത്തിന് ഇനി വീണ്ടും ഒരു മന്ത്രിസ്ഥാനം കൂടി ആ വകുപ്പിൽ തന്നെ വീണ്ടും തുടർ മന്ത്രിയായെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയും. കാരണം ഡിജിറ്റൽ ഇന്ത്യ മോദിയുടെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മോദിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചതും ഒപ്പം തന്നെ ഈ ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം മുഴുകിയതും. അതിന് വളരെയധികം മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തുടർ വകുപ്പ് നൽകി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് എന്ന് നേരത്തെ തന്നെ, അതായത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു ക്യാബിനറ്റ് പദവി, കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ക്യാബിനറ്റ് പദവി നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്യാബിനറ്റ് പദവി നമുക്ക് ലഭിച്ചിട്ടില്ല. സഹമന്ത്രി സ്ഥാനങ്ങളാണ് പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഇത്തവണ രാജഗോപാൽ സഹമന്ത്രിയായിരുന്നു, വി മുരളീധരൻ സഹമന്ത്രിയായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ സഹമന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ക്യാബിനറ്റ് പദവിയോടുകൂടി സുരേഷ് ഗോപി മന്ത്രിയാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും അതിൻ്റെ ഒരു പ്രതികരണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സുരേഷ് ഗോപി പറഞ്ഞത് തനിക്ക് കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ എനിക്ക് തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം രാജ്യം മുഴുവൻ സഞ്ചരിക്കേണ്ടതായിട്ട് വരും, വലിയ തിരക്കുകളുണ്ടാകും. അതുകൊണ്ട് തനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും തന്നെ കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും താൻ തൻ്റെ നേതാക്കളോട് ആവശ്യപ്പെടുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശരിയുമാണ്. കാരണം ഒരു എം പി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കാൻ കഴിയും. ഒരു കേന്ദ്രമന്ത്രിയാകുമ്പോൾ രാജ്യത്ത് മുഴുവൻ ഓടി നടക്കേണ്ടതായിട്ട് വരും, രാജ്യത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഇടപെടേണ്ടതായിട്ട് വരും. കാരണം അവരുടെ വകുപ്പിൻ്റെ എല്ലാ വിഷയങ്ങളും ഇടപെടേണ്ടതായിട്ട് വരും. ഏതായാലും സുരേഷ് ഗോപിയുടെ വാക്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ചെവിക്കൊണ്ടാൽ അദ്ദേഹത്തിന് ഒരു അവസാന ടൈമിലേക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് കേന്ദ്ര നിലപാടെന്നുള്ളത്. നിലവിലത്തെ ഒരു രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യം TDP തെലുങ്കുദേശം പാർട്ടിക്ക് 3 ക്യാബിനറ്റ് മന്ത്രിമാരെ 2 സഹമന്ത്രിമാരെയും നൽകും. പക്ഷേ സ്പീക്കർ പദവിക്ക് വേണ്ടിയുള്ള കടുംപിടുത്തമാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു തുടരുന്നത്. അത് എത്രത്തോളം BJP അംഗീകരിച്ച് കൊടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ TDPയുടെയും JDUവിൻ്റെയും ഒന്നും കടുംപിടുത്തത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ട എന്നൊരു തീരുമാനം BJP എടുത്തിരുന്നു. 5 MPമാർക്ക് ഒരു ക്യാബിനറ്റ് എന്നതാണ് സഖ്യകക്ഷികൾക്ക് മുമ്പിൽ BJP വെച്ചിരിക്കുന്ന ഒരു അജണ്ട, ഇല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം. അപ്പോൾ ഏതാണ്ട് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന് 16 MPമാരുണ്ട്, അപ്പോൾ 3 ക്യാബിനറ്റ് മന്ത്രിമാർ. അത് BJPയുടെ നിലപാട് തന്നെയാണ്. ഒപ്പം തന്നെ 3 MPമാർക്ക് ഒരു മന്ത്രി വേണമെന്നാണ് JDU നിതീഷ് കുമാർ പറഞ്ഞത്. ഏതായാലും 2 കേന്ദ്രമന്ത്രിമാരെ, ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് നൽകിയിരിക്കുന്നത്, ഒരു സഹമന്ത്രിയെ കൂടി നൽകും. ഏതായാലും ഇന്ന് ഒരു ഉച്ചയോടുകൂടി ഏതാണ്ട് മന്ത്രിമാരെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.